Dear students, welcome to my new video. നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ 4th ചാപ്റ്റർ ടൈം ലൈൻ ആൻഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് പഠിച്ചതാണ്. അതിൽ ടൈം ലൈൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയെക്കുറിച്ചാണ്. അതായത് ചരിത്രത്തിന് എവിടെയാണ്, എന്തൊക്കെ ഉറവിടങ്ങളാണ്, അതായത് ഈ ചരിത്രം നമ്മൾ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചരിത്രം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതാണ്. സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പേഴ്സൺ, എ പ്ലേസ്, എ പേഴ്സൺ, ടെക്സ്റ്റ് ഓർ ആൻ ഓബ്ജെക്റ്റ് ഫ്രം വിച്ച് വി ഗാദർ ഇൻഫർമേഷൻ അബൌട്ട് സം പാസ്റ്റ്. നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ, അല്ലെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വേയ്സ്, പല തരത്തിലുള്ള ആൾക്കാർ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് വിച്ച് ഗാദർ ഇൻഫർമേഷൻ അബൌട്ട് സം പാസ്റ്റ്, പഴയ ആൾക്കാരിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന അല്ലെ വായിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളെ, അല്ലെ അങ്ങനെ പണ്ട് നടന്ന പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ലെറ്റസ് എക്സ്പ്ലോർ. Can you collect information at least 3 generations of the family on your mother father's sides? Create a family tree with the parents, grandparents and great grandparents. ഇവിടാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ഫാമിലിയിൽ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് പേരൻസിൻ്റെ, നമുക്ക് അപ്പനും അമ്മയും, അപ്പൻ്റെ അപ്പനും അമ്മയും ഉണ്ടാവും, അമ്മയുടെ അതുപോലെ ഫാദറും മദറും ഉണ്ടാകും. അങ്ങനെ ഗ്രാൻഡ് പേരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ്, അവയെല്ലാം കൂടി ചേർത്ത് ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ ഇത് എവിടെ നിന്നാണ് നിങ്ങൾ ഈ പേരൻസിൻ്റെ പേര് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ പേര് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ അതിനകത്തിൽ എഴുതണം. അങ്ങനെ ഒന്ന് എഴുതി ചേർക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ, ഹാവ് യു എവർ സീൻ ആൻ ഓൾഡ് കോയിൻസ്, ബുക്സ്, ക്ലോത്ത്സ്, ജ്വല്ലറി ഓർ യൂട്ടൻസിൽസ് ഇൻ എറൗണ്ട് യുവർ ഹൗസസ്? നമ്മുടെ വീട്ടിൽ മിക്കവാറും പഴയ നാണയങ്ങൾ, ബുക്സ്, പഴയ ഡ്രസ്സുകൾ, ഇതൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് ഉള്ള ആരുടെയും വീടുകളിലുണ്ടെങ്കിൽ നമുക്കറിയാം ഇവരുടെയൊക്കെ കയ്യിൽ പഴയ തരത്തിലുള്ള പാത്രങ്ങൾ, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ്സോ ഒന്നും അല്ലാതെ ചെമ്പിൻ്റെ, അതായത് കോപ്പറിൻ്റെയൊക്കെ പാത്രങ്ങൾ ഇവരുടെ കയ്യിലുണ്ടാവും. കോയിൻസ് ഉണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ഈ ടൈപ്പ് കോയിൻസൊക്കെ, കോപ്പർ കോയിൻസൊക്കെ. അപ്പോൾ ഈ വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ വി ഗെയിൻ ഫ്രം സച്ച് ഒബ്ജക്ട്സ് ഓർ ഫ്രം ഓൾഡ് ഹൗസ് ഓർ ബിൽഡിംഗ്? ഇനി പഴയ ഈ സാധനങ്ങളിൽ നിന്ന് എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻസാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക്, ഒന്നാമത്തെ കാര്യം ആ കാലഘട്ടത്തിൽ ഈ സാധനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവരുടെ റൂളേഴ്സിനെ, കോയിൻസിലൊക്കെ ആണെങ്കിൽ റൂളേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ചില പിക്ചേഴ്സൊക്കെ നമുക്ക് അവരുടെ ലിവിങ് സ്റ്റേറ്റസിനെ കുറിച്ച് മനസ്സിലാക്കാവുന്ന പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. എവരി ഒബ്ജക്റ്റ് ഓർ സ്ട്രക്ചർ ടെൽസ് എ സ്റ്റോറി ആൻഡ് ഈസ് ലൈക്ക് എ പീസ് ഓഫ് അതായത് ജിക്സോ പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് ഈ ചെറിയ പീസസ് ആയിട്ട് കിട്ടുന്ന പസിൽസ്, അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള പിക്ചറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. The objects that you around your house convey something to history of your family. Similarly, we can put together historical events through a variety of sources. But keep in mind, the case of history, quite few pieces of puzzle may remain missing. നമ്മളിപ്പോൾ ജിക്സോ പസിലിനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ആ പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹിസ്റ്ററിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകും, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, അതായത് ഇവിടെ കണ്ടോ, സോഴ്സസ് ഓഫ് ഹിസ്റ്ററി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്നുള്ളതാണ്. അതോ ഓറൽ സോഴ്സസ് ഉണ്ട്, അതായത് ആൾക്കാരിൽ നിന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. ഈ ഓറൽ സോഴ്സസിന് നമ്മൾ രണ്ട് രീതിയാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫോക്ലോസ്, അതായത് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പിന്നെ ജെനോളജിക്കൽ ഓറൽ സോഴ്സസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓറൽ സോഴ്സസ് ഉണ്ട്. പിന്നെ മാനുസ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ്, എഴുതി വെച്ചിരിക്കുന്നത് പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്. ചെറിയ മാനുസ്ക്രിപ്റ്റ്സ്, അതായത് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായി ഇങ്ങനെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക.
പിന്നെ കോപ്പർ പ്ലേറ്റ്സ്, ചിലർ കോപ്പർ പ്ലേറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. മാനുസ്ക്രിപ്റ്റ് പേപ്പറിലാണ് കേട്ടോ. പിന്നെ കോയിൻസ്, നാണയത്തിലുള്ള എഴുത്തുകൾ, ഇതൊക്കെ നമുക്ക് പഴയ കാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്ട്രക്ചേഴ്സ്, പലതരത്തിലുള്ള കെട്ടിടങ്ങൾ, അതായത് മോണുമെൻറ്റ്സ്, മൗണ്ട്സ്, ഇതൊക്കെ അതായത് പലരുടെ ശവകുടീരങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, പല ശവകുടീരങ്ങളിലും അതിനകത്തിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെ അതിൻ്റെ ഷേപ്പും സൈസും കാര്യങ്ങളും കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എക്സ്കവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുത്ത ഖനനം ചെയ്തെടുക്കുന്നത്, കുഴിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഫോസിൽസ്, അതായത് എല്ലുകളൊക്കെ. പിന്നെ അതുപോലെ കോയിൻസ്, ടൂൾസ്, വെപ്പൺസ്, ഇതൊക്കെ നമുക്ക് കുഴിച്ചെടുത്താൽ മനസ്സിലാക്കാൻ, അതായത് പോട്ടറി, ടോയ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് അതുപോലെ ഈ ബെറിയൽ ഗ്രൗണ്ട് ഇല്ലേ, അതായത് ഈ ശവകുടീരങ്ങളൊക്കെ ഉള്ള ഗ്രൗണ്ടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ ഉപയോഗിച്ചിരുന്ന ജുവലറീസൊക്കെ കുഴിച്ചാൽ നമുക്ക് ഇപ്പോഴും കിട്ടാറുമുണ്ട്. പിന്നുള്ള ആർട്ടിസ്റ്റിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ആർട്ടില്ലേ, പെയിൻറ്റിങ്, പിന്നെ സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയിൽ വരും. പിന്നെ ഫോറിൻ അക്കൗണ്ട്സ്, അതായത് ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പല രാജ്യത്തു നിന്നും വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ എഴുതുന്ന യാത്രാ വിവരണങ്ങൾ, ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ്, ട്രാവലോഗ്സ്, ഇതൊക്കെ അതായത് പല ആൾക്കാർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ നമ്മൾ ഫാഹിയാനൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ചൈനീസ് സഞ്ചാരിയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതി കിട്ടും. അത് നമുക്ക് പിന്നെ പ്രയോജനമായി, ഹിസ്റ്റോറിയൻസിന് അത് പ്രയോജനമായി. അദ്ദേഹം കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇന്ത്യയിലെ ലിറ്ററേച്ചർ, പലതരത്തിലുള്ള ലിറ്ററേച്ചർ, വേദാസ് ആൻഡ് ഉപനിഷത്സ്, വേദങ്ങളും ഉപനിഷത്തുകളും, പിന്നെ പോയമ, പ്ലേസ്, ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ്, കളക്ഷൻ ഓഫ് സ്റ്റോറീസ്, സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ടെക്സ്റ്റ്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി. എല്ലാം നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയുന്നത് ശരിയല്ല, കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദ പാസ്റ്റ്, പഴയ കാലങ്ങളെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളിനെ പേരാണ് ഹിസ്റ്റോറിയൻ. Remember them all now. We will see you some of them we go along. When historians study, say, king or a queen of 1500 years ago, an ancient monument, a war, or some items trade, they take great care to gather information from as many sources you can find the consult. Sometimes the sources confirm each other. At other time, sources make contradictory information, in which case they need to decide which sources can trust more. ഇപ്പം ഹിസ്റ്റോറിയൻസ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നെന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതായത് പല തെളിവുകളും നമുക്ക് കിട്ടുമ്പോൾ, ഇപ്പം ഒരു ട്രാവലൊക്കെ സപ്പോസ് ഒരു മാനുസ്ക്രിപ്റ്റ് കിട്ടിയെന്ന്, ഒരു പേപ്പറിൽ എഴുതിയ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിത് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഇത് റിലേറ്റ് ചെയ്യുക, അതായത് ഈ കാലഘട്ടം, ഈ സമയത്തെ നടന്ന ഒരു ട്രാവലോഗ് അല്ലെ ഏതെങ്കിലും ഒരു ഫോറിനർ എഴുതിയ ഒരു ബുക്ക് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും, ഈ മാനുസ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതും ഈ ട്രാവലോഗിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ചിലപ്പോൾ മാച്ച് ആവത്തില്ല. ഒരേ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നതാണെങ്കിൽ പോലും നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഹിസ്റ്റോറിയൻസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ട് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഈ മാനുസ്ക്രിപ്റ്റിനെയാണോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ട്രാവലോഗിനെയാണോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Who contributes to all these sources of history? Historians themselves, but also archaeologists, എപ്പിഗ്രാഫിക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു സ്റ്റഡി ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ്, അതായത് എഴുത്തുകളില്ലേ, പഴയ ലിപികൾ, അക്ഷരങ്ങൾ നമുക്കിപ്പോൾ അറിയത്തില്ല പഴയ അക്ഷരങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്കാണ് എപ്പിഗ്രാഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ, എപ്പിഗ്രാഫിക്സ്. ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റ് ഹു സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ, എക്സ്പേർട്ട് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് ആൻഡ് സം മോർ. ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം ഈ സോഴ്സസ് എല്ലാം നമ്മൾ ഹിസ്റ്ററി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. Expert in literature and language, in the last 50 years or so, scientific studies have been contributing more and more reconstruction of the past.
ആ ഇത് എന്നാൽ ഇനി ഇപ്പോൾ എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡിയാണ്. നമ്മൾ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പോലെ അല്ലെങ്കിൽ ഓറൽ ആയിട്ട് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഫോക്ക് ലോറായിട്ട് കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് പാസ്റ്റിനെ കുറിച്ച് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡീസ് ഓഫ് ഏൻഷ്യൻ ക്ലൈമറ്റ്, chemical studies of excavated materials and studies in the genetics of ancient people have provided fresh insights which supplement the more usual sources. എന്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് സ്റ്റഡീസ് അബൌട്ട് പ്ലാന്റ്സ്, ആനിമൽസ് ഓർ മാൻ സർട്ടൺ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഗെറ്റ് പാസ്ഡ് ഫ്രം വൺ പേഴ്സൺ ടു ജനറേഷൻസ്. അതായത് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു സ്വഭാവ സവിശേഷത ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ സ്വഭാവം, ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മുടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. സോ എൻ്റെ ജെനറ്റിക്സിലപ്പോൾ ഒരുപാട് മുടിയുണ്ട് എന്ന ഐഡിയ അല്ലെങ്കിൽ ആ ഗുണം എൻ്റെ ജെനറ്റിക്സ് അല്ലെങ്കിൽ എൻ്റെ ബ്ലഡിലുണ്ട്, ഈ DNA-യിലുണ്ട് അല്ലെ ബ്ലഡിലുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഗുണം നമ്മുടെ തലമുറയിൽ പണ്ട് കാലമുള്ള ആൾക്കാർക്കും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ അതാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന സവിശേഷതകൾ. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാടുണ്ട്. ചില ആൾക്കാർക്ക് നല്ല എന്താ പറയുന്നത്, നല്ല പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട്, അല്ലെ പെട്ടെന്ന് എല്ലാവരോടും പ്ലസൻ്റായിട്ട് തന്നെ എപ്പോഴും ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്നും കിട്ടുന്നതാണ്. അതിനാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ ജെനറ്റിക്കൽ സ്റ്റഡി, ക്ലൈമറ്റിൻ്റെ സ്റ്റഡിയൊക്കെ അതിൽ നിന്നൊക്കെയാണ് ഇപ്പം ഹിസ്റ്ററിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ സയൻറ്റിഫിക്കാണ്. And we supplement the more usual sources, and when historians study recent history, which usually means the last 2 or 3 centuries, another sources is newspaper. The new few decades electronics media can also be consulted. ഇനി കുറച്ച് ഒരു 2-3 സെഞ്ചുറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സയൻറ്റിഫിക്കായിട്ട്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയാസ്, അതായത് കമ്മ്യൂണിക്കേഷൻ മീഡിയാസിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ന്യൂസ് പേപ്പറിൽ നിന്ന് പഴയ ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കിവിടെ കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഇതൊരു കോയിനാണെന്നല്ലേ. അതാണ് ഒരു റൂളർ അല്ലെ ഡൈറ്റി മീൻസ് ദൈവം, അങ്ങനെയുള്ള ആടെയോ ഒരു പിക്ചറുള്ള ഒരു കോയിനാണ്. ദ കോയിൻ ഷോസ് ദ ഇമേജ് ഓഫ് സീറ്റഡ് ഫിഗർ. ഇരിക്കുന്ന രീതിയിലാണ് കോയിനുള്ളത്. പോസിബിളി എ കിങ് ഓർ റിലീജിയസ് ഫെയർ. ചിലപ്പം രാജാവാകാം, അതല്ലെങ്കിൽ ദൈവത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അല്ലെ ദൈവത്തിൻ്റെ പിക്ചേഴ്സാണ്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമി, ആർട്ട് ആൻഡ് റിലീജിയൻ ഓഫ് ദ പീരീഡ് വെൻ വാസ് മിൻറ്റഡ്. ഇതുണ്ടാക്കിയ സമയത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ഒരു പിക്ചർ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇതാ ഒരു സ്കൾപ്ചർ അല്ലേ. എന്താണെന്ന് നോക്കാം. റെപ്രസെൻറ്റ് ഫിഗർ ഫ്രം ഏൻഷ്യൻ സൊസൈറ്റി, പോസിബിളി ഡിപ്പിക്റ്റിംഗ് ദ സീൻ ഫ്രം ഡെയിലി ലൈഫ്. ദിവസവും അവർ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കേർവ് സ്റ്റോൺസ് ആണ്, അതായത് കല്ലിൽ കുത്തി വെച്ചിരിക്കുന്നതാണ്. ഷോ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഹ്യൂമൻ ഫിഗേഴ്സ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ്. അതായത് ഈ മനുഷ്യരെ പല തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് അവരുടെ കൾച്ചറലും സോഷ്യലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ വേറൊരു നമ്മൾക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള അശോക സ്തംഭമാണ് കൊടുത്തിരുന്നത്. സിമ്പിൾ അസോസിയേറ്റഡ് വിത്ത് ഏൻഷ്യൻ ഇന്ത്യ, പർട്ടിക്കുലർലി ദ മൗര്യ എംപയറിലാണ് നമ്മൾ ഈ അശോക സ്തംഭം കാണുന്നത്. ദ ലയൺ ക്യാപിറ്റൽ അഡോപ്റ്റഡ് ബൈ ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ. ഇതാണ് നമ്മുടെ നാഷണൽ എംബ്ലമായിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ദ പില്ലർ ഓഫ് അശോക. ഇറ്റ് സിംബലൈസസ് പവർ, കറേജ് ആൻഡ് പ്രൈഡ്, പ്രൊവൈഡിങ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അബൌട്ട് മൗര്യൻ ഡൈനാസ്റ്റി ആൻഡ് അശോകൻ്റെ കാലത്തെ പിന്നെ പില്ലറിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ലൈൻ ക്യാപിറ്റൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ഇനി ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ബിഗിനിങ് ആണ് പറയുന്നത്. അതായത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പാർട്ടി പറഞ്ഞായിരുന്നു, ഹോമോസാപ്പിയൻസിൽ നിന്നാണ് നമ്മളുടെ ജന്മം. നമ്മുടെ പൂർവികരെന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണേ. അപ്പോൾ ഏകദേശം 3 lakhs മുമ്പുള്ള കാര്യങ്ങൾ, 3 lakhs മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇത് നമ്മൾ ഒരു വലിയ ഒരു ടൈമായിട്ടാണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടോ, ഗുഹകളിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കണ്ടോ ഇവർ പലതരത്തിലുള്ള ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ പാത്രങ്ങൾ ഇതുപോലെ കല്ല് പോലത്തെ പാത്രങ്ങളായിരുന്നു. അതിൻ്റെ ഹണ്ടർ ഗാദറേഴ്സാണ്. അവർ ആനിമൽസിനെ പിടിച്ച് കൊന്ന് തിന്നുന്ന ആൾക്കാരായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. Then early human faced many challenges from nature to live in bands or group, help each other. They were constantly seeking shelter and food, were mainly hunters and hunter-gatherers, and this means they relied on hunting and collecting the edible plants and fruits in survival. Our early ancestors also had certain belief that the natural elements are possibly also some notion of afterlife. Afterlife എന്ന് പറഞ്ഞാൽ ലൈഫ് ദാറ്റ് ബിഗിൻസ് ആഫ്റ്റർ ഡെത്ത്. അതായത് പണ്ടത്തെ ആൾക്കാർ ഹോമോസാപ്പിയൻസിൻ്റെ ഈ 3 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു. വേട്ടയാടി പിടിച്ച ആനിമൽസിനെ പിടിച്ച് അതിനെ ഭക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ റൂട്ട്സും പ്ലാന്റ്സിൻ്റെ കായ്കളും ഒക്കെ ഭക്ഷിച്ച് കഴിയുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ ആഫ്റ്റർ ഡെത്ത്, അതായത് മരണശേഷം ഒരു ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അതുപോലെ നാച്ചുറലായിട്ടുള്ള ഫോഴ്സസിനെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. ഇപ്പോൾ സണ്ണ്, മൂണ്, അങ്ങനെ വിൻഡ്, ഇങ്ങനെ നാച്ചുറൽ ഫോഴ്സസിനെയായിരുന്നു അവർ ദൈവമായിട്ട് കണ്ടിരുന്നത്. ദീസ് ഗ്രൂപ്പ്സ് ലിവ്ഡ് ഇൻ ടെമ്പററി ക്യാമ്പ്സ്, റോക്ക് ഷെൽട്ടേഴ്സ് ഓർ കേവ്സ് and communicated with each other using language that are now lost. They used fire and started making objects and made their lives easier, like improved stone axes and blades, arrowheads and other tools. തുടക്കത്തിൽ ഈ ഇവർ ആഹാര സാധനങ്ങളൊക്കെ പച്ചയ്ക്ക് കഴിക്കുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ അതുപോലെ അറിയാമല്ലോ, ഗുഹകളിലായിരുന്നു താമസിക്കുന്നത്. പാറക്കെട്ടുകളുടെ ഇടുക്കിലൊക്കെ ആയിരുന്നു താമസിക്കുന്നത്. ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ഏത് ലാംഗ്വേജ് ആണെന്ന് പോലും സത്യത്തിൽ നമുക്കറിയത്തില്ല. മേ ബി സൗണ്ട്സ് ആയിരിക്കാം. ഇനി അഥവാ അവർക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയുന്നില്ല. പിന്നെ അതുപോലെ ഇവരാദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് കല്ലൊക്കെ ആയിരുന്നു ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇവരിത് ഷാർപ്പൺ ചെയ്ത്, അതായത് കല്ലാണേലും തടിയാണേലും എന്തുവാണേലും ഷാർപ്പൺ ചെയ്ത് ടൂൾസായിട്ട് ഉപയോഗിച്ചിരുന്നു. And aspects of their life visible on rock paintings found that hundreds of caves all over the world. Some of these paintings depict simple figure or a few symbols. Others are more detailed and represented scenes with animals and humans. ഇവർ ഈ ഗുഹയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ കേവ്സിലുള്ള പിക്ചേഴ്സൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഹ്യൂമൻ ബീങ്സിൻ്റെയും ഒക്കെ പിക്ചേഴ്സാണ് അതിനകത്തുള്ളത്. ഇൻ ടൈം ദീസ് ഏർലി ഹ്യൂമൻ ലേൺ ടു മേക്ക് സിമ്പിൾ ഓർണമെൻറ്റ്സ് സച്ച് ആസ് സ്റ്റോൺ ഓർ ഷെൽ ബീഡ്സ്, പെൻഡൻറ്റ്സ് മെയ്ഡ് ബൈ ആനിമൽ ടീത്ത് ആൻഡ് സംടൈംസ് എക്സ്ചേഞ്ച് ദം ഇൻ ദെയർ അതർ ഗ്രൂപ്പ്സ്. ഇനിയും ജുവലറീസ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ ചെറുതായിട്ട് ജുവലറീസ്, ആനിമൽസിൻ്റെ ടീത്ത് കൊണ്ടുള്ള പെൻഡൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ബീഡ്സും ഒക്കെ ഉപയോഗിച്ചവർ മുത്തുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഫസ്റ്റ് ക്രോപ്സ്, ഇനിയും എന്തൊക്കെ കൃഷിയാണ് അവർ ചെയ്തതെന്നാണ്. ഓവർ ലോങ് ഏജസ് എർത്ത് ക്ലൈമറ്റ് ഹാസ് ഗോൺ ത്രൂ മെനി ചേഞ്ചസ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമി മുഴുവൻ ഐസ് കൊണ്ട് മൂടിയിരുന്നു. ആ കാലഘട്ടത്തിന് പറയുന്നത് ഐസ് ഏജ് എന്നായിരുന്നു. And as you learn the great details in science, later when we climate warm up, the ice partially melted and then resulting water swelled existing rivers and eventually drained to the oceans. The last ice age lasted over 1 lakh years ago, around 2000 years ago. അതായത് ഈ ഐസ് ഏജിൽ നമ്മുടെ എർത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ നമുക്കറിയാമല്ലോ, ചൂട് കൂടിക്കഴിഞ്ഞാൽ ഐസ് ഉരുകും. അങ്ങനെ ഐസ് ഉരുകി വെള്ളമായിട്ട് മാറി റിവേഴ്സും ഓഷ്യൻസും ഒക്കെ ആയ ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഭൂമിയിലേക്ക് വന്നത്. ആഫ്റ്റർവേർഡ്സ് ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ്ഡ് ഫോർ ഹ്യൂമൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ദേ സ്റ്റാർട്ടഡ് സെറ്റിംഗ് ഡൗൺ ആൻഡ് കൾട്ടിവേറ്റിംഗ് cereals and grains. They also domesticated animals such as cattle, goats, etc. With more food available, these communities grew in size and number and often settled down in near rivers.
This was not only because of the availability of water but also because the soil would be fertile there. It made process of growing crops easier. ഇനി ഇവർ ഇങ്ങനെ ക്രോപ്സ് അതായത് കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ സാധാരണ റിവേഴ്സിൻ്റെ സൈഡിലൊക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ റിവേഴ്സിൽ റിവേഴ്സിൽ ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ ധാരാളം സോയിൽ ഒഴുകി വരും. ഇത് വളരെ ഫെർട്ടൈലായിരിക്കും, അവിടെ ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആനിമൽസിനെ കൃഷിക്ക് വേണ്ടിയും അവരുടെ ആഹാര സാധനങ്ങളിൽ അതായത് പാലും മുട്ടയൊക്കെ ആയിട്ട് നമ്മൾ ആനിമൽസിനെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡ് കിട്ടുന്നുണ്ട്. ഇവരുടെ കമ്മ്യൂണിറ്റി ഒരു വലുതാകാനും തുടങ്ങി. ഇങ്ങനെ റിവേഴ്സിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർ കണ്ടോ, റിവേഴ്സിൻ്റെ സൈഡിൽ ചെറിയ കുടിലുകൾ കെട്ടി ഇങ്ങനെയായിരുന്നു അവർ കൃഷിയും ആനിമൽസും ഒക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു. ബോത്ത് ദ earlier picture of the rock shelter in the one, men and women are given certain roles. While they may appear in the natural, they were not necessarily correct and do not cover the situation. For instance, a rock shelter written may helped prepare colors for painting the rock or may have done some of the paintings. In both scenes, men may have done some of the cooking or may have helped take care of children. Keeping in mind that we have only limited information that the roles, situations and discussions. ഓക്കെ, നമ്മൾ ഈ പിക്ചറുകളിലെല്ലാം നമ്മൾ കണ്ടത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം പരസ്പരം ഹെൽപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇത് വളരെ കുറച്ച് ഇൻഫർമേഷനേ ഉള്ളൂ സത്യത്തിൽ പാസ്റ്റിനെ കുറിച്ച് ഉള്ളത് തന്നെ. In as communication grew, so did not social complexity. Leaders of chieftains were responsible for the well-being of the people. They were even collectively working towards the community welfare. Welfare എന്ന് പറഞ്ഞാൽ health and prosperity of that place എന്നാണ് കേട്ടോ. For example, there are no sense of individual ownership. The land are collectively sowed and harvested. ഇനി ഇതിനതിൽ ഈ ഒരു സമയം അല്ലെ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് സ്വന്തമായിട്ട് എൻ്റെ അത്രയും ഭൂമി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്യുന്നു, അവർ ഒരുമിച്ച് തന്നെ അതിനെ വിളവെടുക്കുന്നു, അവർ ഒരുമിച്ച് തന്നെ ആഹാരം വെച്ച് കഴിക്കുന്നു, അങ്ങനെയായിരുന്നു. As time went by, hamlets grow into sizable village but exchange good. Hamlets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ഓർ സ്മോൾ വില്ലേജ്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു ചെറിയ ഗ്രാമം പോലെ ആയി. And mostly food, clothing and tools. Slowly, network of the communication and exchange were established among these villages. And some of them grew into smaller towns. New technologies appears, for example, pottery or making pots, other clay objects, and use metal, copper first, then iron later, which help them to durable tools. ഇനി ഇങ്ങനെ വില്ലേജിൽ ചെറിയൊരു വില്ലേജ് പോലെ കുറേ ആൾക്കാർ, അതായത് ഒരേ രീതികളുള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു ചെറിയ വില്ലേജ് പോലെ അവിടെ താമസിച്ചു. അവിടെ ടെക്നോളജീസൊക്കെ വന്നു. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണും വയർലെസ്സും ഒന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പോട്ടറി പോലുള്ള കല ഉണ്ടാക്കുന്ന രീതികൾ, പിന്നെ മെറ്റലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം കോപ്പറാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അതിനുശേഷം അയൺ, ഇതൊക്കെ ചേർത്ത് പലതരത്തിലുള്ള ആയുധങ്ങളും അവർ ഉണ്ടാക്കാൻ തുടങ്ങി. We will see in chapter 6 how the stage appeared for the emergence of what called civilization. ഇനി സിവിലൈസേഷൻ എന്താണെന്ന് ചാപ്റ്റർ 6 നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. For now it is important to remember that the early progress of humanity had faced many challenges. At some critical times humanity could almost disappear as early species. We will never know these early humans who courage and persistence of existence today. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മളിന്ന് വളരെ സോഷ്യലി വളരെ സെക്യൂറായിട്ടുള്ള ഒരു ലൈഫാണ്. നമുക്ക് അങ്ങനെ ഭയക്കേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷെ പണ്ട് കാലത്ത് കാട്ടിനകത്തിൽ മൃഗങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ തീരുക കേട്ടോ. എല്ലാവരും നന്നായി ക്ലാസ് കേൾക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം.